യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പെസഹ കാലം നമ്മൾ ധ്യാനിക്കുന്നത് യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷം 3-ാം അധ്യായം 7 മുതൽ 15 വരെയുള്ള വാക്യങ്ങളാണ്. നിക്കോദേമോസും യേശുനാഥനും തമ്മിലുള്ള സംഭാഷണം തുടർന്നുകൊണ്ട് പോവുകയാണ്. നിക്കോദേമോസ് യേശുനാഥനോട് ചോദിക്കുകയാണ്, എങ്ങനെയാണ് നീ പറഞ്ഞതുപോലെ ഈ വീണ്ടും ജനനം സാധ്യമാവുക? അപ്പോൾ അതിന് ഉത്തരമായിട്ട് യേശുനാഥൻ പറയുന്നത്, മോശ മരുഭൂമിയിൽ പിത്തള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനും ഉയർത്തപ്പെടും, അപ്പോൾ അവനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകും എന്നാണ്. ഈ ഒരു വചനഭാഗം പഴയ നിയമത്തിലെ വചനഭാഗവുമായി വളരെയധികം ബന്ധമുള്ള ഒരു പ്രവചനപരമായ വചനഭാഗമാണ്. ഇത് മനസ്സിലാക്കുന്നതിന് മോശ പിത്തള സർപ്പത്തെ എന്തിനാണ് ഉയർത്തിയതെന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. അതായത് അന്നത്തെ ഇസ്രായേൽ ജനം മോശയ്ക്കെതിരെയും അവിടെ ഉണ്ടായിരുന്ന പ്രവാചകന്മാർക്കെതിരെയും തിരിയുമ്പോൾ, ദൈവത്തിനെതിരെയൊക്കെ തിരിയുമ്പോൾ അവർക്ക് ശിക്ഷ എന്ന വണ്ണം ആഗ്നേയ സർപ്പങ്ങൾ അവരെ ദംശിക്കാനായി മരുഭൂമിയിൽ വരികയാണ്. അപ്പം അങ്ങനെ ആഗ്നേയ സർപ്പങ്ങളുടെ ദംശനമേറ്റ് അവർ മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ പിത്തള സർപ്പത്തെ നോക്കാൻ ദൈവം ആവശ്യപ്പെടുകയാണ്. അപ്പം പിന്നീട് പാപത്തിൻ്റെ ദംശനമേറ്റ മനുഷ്യർ അവർ മരണത്തിലാണ്. ആ മരണത്തിൽ നിന്ന് നിത്യജീവനിലേക്ക് ഉയർത്തപ്പെടാൻ യേശുനാഥനാകുന്ന ഉയർത്തപ്പെടുന്ന ആ കുരിശിലേക്ക് നമ്മൾ നോക്കണം. അത് യേശുനാഥൻ്റെ മരണത്തെക്കുറിച്ചാണ്. യേശുവിൻ്റെ മരണത്തോടുകൂടെയാണ് ഈ പാപത്തിൻ്റെ ദംശനം ഭൂമിയിൽ നിന്ന് ഇല്ലാതാവുന്നത്. അപ്പോൾ ഓരോ മനുഷ്യനും നവജന്മം പ്രാപിക്കുകയാണ്. അപ്പോൾ ഈ പുതിയ ജനനം, ആത്മാവിലും ജലത്താലുമുള്ള പുതിയ ജനനം ആരംഭിക്കുന്നത് യേശുനാഥൻ്റെ മരണത്തോടു കൂടിയാണ്. ആ മരണം പാപത്തിൻ്റെ ദംശനത്തെ ഇല്ലാതാക്കും. അപ്പം അങ്ങനെ യേശുനാഥനിലുള്ള ആ വിശ്വാസമാണ് ഒരു മനുഷ്യനെ വീണ്ടും പുതിയ ജനനത്തിലേക്ക് വരുന്നത്. യേശുനാഥൻ മരിച്ചു, ആ മരണത്തെ നമ്മൾ പൂർത്തിയാക്കുന്നത് അവനിൽ വിശ്വസിച്ച് അവൻ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മൾ ജീവിതം തുടരുമ്പോൾ, ക്രിസ്തുവിനെ നമ്മൾ ജീവിക്കുന്ന മനുഷ്യരായി മാറുമ്പോൾ നമ്മൾ പുതിയ മനുഷ്യരായി മാറുകയാണ്. അവിടെയാണ് പുതിയ മനുഷ്യൻ്റെ ജനനം സാധ്യമാകുന്നത്. അപ്പോൾ ഉയർത്തപ്പെട്ട യേശുനാഥനെ, അതായത് മരണത്തിലേക്ക് കടന്നുപോയ യേശുനാഥനെ ജീവിതത്തിൽ സ്വീകരിക്കുന്ന മനുഷ്യരായി മാറണം. നമുക്ക് വേണ്ടി കുരിശുമരണമേറ്റ യേശുനാഥനെ ഞാൻ സ്വീകരിക്കുന്ന സമയം മുതലാണ് എൻ്റെ ജീവിതത്തിലെ പുതിയ ജനനം ആരംഭിക്കുന്നത്. ഞാൻ ക്രിസ്തുവിൻ്റെ മകനായി മകളായി മാറുന്നത്, ക്രിസ്തുവിൽ പിതാവായ ദൈവത്തിൻ്റെ ദത്തുപുത്രരായി മാറുന്നത്. അപ്പോൾ പിന്നീട് അതിനുശേഷം പാപത്തിന് നമ്മുടെ മേൽ അധികാരമില്ല. പാപത്തിൻ്റെ അധികാരത്തിൻ്റെ തലയെ തകർത്തത് ക്രിസ്തുവിൻ്റെ മരണം വഴിയാണ്. അപ്പോൾ ഈ കൂദാശകൾ, ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്ന കൂദാശകൾ അവൻ്റെ മരണം വഴി നമ്മളെ യോഗ്യരാക്കി തീർക്കുകയാണ് പുതിയൊരു ജീവിതത്തിലേക്ക്. അതായത് അവൻ്റെ മരണമാണ് നമ്മളെ പുതിയൊരു ജീവനിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ ജീവനിലേക്ക് നടന്നു വരാൻ നമ്മൾ ചെയ്യേണ്ടത് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന മനുഷ്യരാവുക. ഈ വിശ്വാസം പൂർണ്ണമാകുന്നത് ക്രിസ്തു ആഗ്രഹിക്കുന്ന ജീവിതം നമ്മൾ ജീവിക്കുമ്പോഴാണ്. അപ്പോൾ ഈ നിക്കോദേമോസിൻ്റെ ജീവിതത്തിൽ നമ്മളത് കാണുന്നുണ്ട്. ഇപ്പോൾ ഇരുട്ടത്ത് യേശുനാഥനെ തിരക്കി തന്ന ഈ നിക്കോദേമോസ് പിന്നീട് വെളിച്ചത്ത് അവനെ തിരക്കി വരുന്നുണ്ട്. അത് ക്രിസ്തുനാഥൻ്റെ മരണത്തിന് ശേഷം അവൻ്റെ ശരീരം അടക്കം ചെയ്യാൻ വളരെ ധൈര്യത്തോടുകൂടി വരുന്ന നിക്കോദേമോസിനെ നമ്മൾ പിന്നീട് കാണും. അപ്പോൾ ഇത് ക്രിസ്തുവിൻ്റെ മരണത്തെ നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാകുമ്പോഴാണ്, അവൻ്റെ മരണത്തെ നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ പ്രഘോഷിക്കാൻ തയ്യാറാകുമ്പോഴാണ്. ആ ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുനാഥൻ അതിന് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.